ദശാബ്ദങ്ങളായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ഇസ്രായേൽ. പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത്. ഇസ്രായേലിന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തിലും പരിപാലനത്തിലും US ഫണ്ടിംഗ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ സൈനിക മേധാവിത്വം നിലനിർത്തുന്നത് യുഎസിന്റെ ഈ സാമ്പത്തിക സൈനിക പിന്തുണയാണ്. അമേരിക്കൻ സാമ്പത്തിക സഹായം പൂജ്യത്തിലേക്ക് എത്തിക്കാൻ നെതന്യാഹു താൽപര്യപ്പെടുന്നതായി CBS ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക ഓരോ വർഷവും ഇസ്രായേലിന് ഏകദേശം $3.8 ബില്യൺ സൈനിക സഹായമായി നൽകുന്നുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ സാമ്പത്തിക സഹായം പൂജ്യത്തിലേക്ക് എത്തിക്കണമെന്നാണ് നെതന്യാഹു പറയുന്നത്. വിദേശ സഹായത്തെ അമിതമായി ആശ്രയിക്കുന്നത് ഇസ്രായേലിന്റെ പരമാധികാരത്തെ ബാധിക്കുന്നു എന്ന ചിന്തയാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലെ രാഷ്ട്രീയ മാറ്റങ്ങളും അവിടെ ഇസ്രായേലിന് ലഭിക്കുന്ന പിന്തുണ കുറയുന്നതും മനസ്സിലാക്കിയാണ് ഇങ്ങനെയൊരു നിലപാടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇസ്രായേലിന് US-ൽ നിന്നും ലഭിക്കുന്ന പിന്തുണ കുറയുകയാണ്. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അമേരിക്ക തങ്ങളെ കൈവിടുന്നതിന് മുൻപ് സ്വയം മാറി നിൽക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു. US സഹായം സ്വീകരിക്കുമ്പോൾ അവരുടെ വിദേശ നയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വഴങ്ങേണ്ടി വരുന്നു എന്ന ആക്ഷേപവും ഇസ്രായേലിനുണ്ട്.